2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഒരാൾ മരിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ആരാണ് മരിച്ചത്? ദൈവത്തിന്റെ പ്രവാചകനായി നിന്ന ഏലീശ മരിച്ചു. ആളെ ശവം അടക്കി. അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പോൾ കുറച്ച് അസ്ഥികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പം ഏലീശായെ ശവം അടക്കിയ സ്ഥലത്തൂടെ വേറൊരു ശവടക്ക് പോവുകയാണ്. മൊവാബ്യർ എന്ന് പറയുന്ന കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. അപ്പോൾ ഈ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഈ ശവടക്ക് ഇതിലെ വരുവാണ്. ആക്രമിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇതിലൂടെ അങ്ങോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരാളുടെ ബോഡി എടുത്തുകൊണ്ട് പെട്ടിക്കകത്താക്കി ശവടക്കിനായിട്ട് വരുവാണ്. അപ്പോൾ ഇവരെ കണ്ട് പേടിച്ച് പെട്ടിക്കകത്തുണ്ടായിരുന്ന ജഡം, ശവശരീരം അവർ വലിച്ചെറിഞ്ഞിട്ട് ശവടക്കിന് വന്ന ആളുകൾ ഓടി എടുത്തെറിഞ്ഞു. ചെന്നു വീണത് ഏലീശായെ അടക്കിയ കുഴിക്കകത്ത്. ചെന്നു വീണത് എന്തായാലും പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ അടക്കിയ സ്ഥലത്താ ചെന്നു വീണത്. ഈ ശരീരം, ഈ ജഡം ഏലീശായുടെ അസ്ഥിയെ പോയി ടച്ച് ചെയ്തു, തൊട്ടപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. മരിച്ച മനുഷ്യൻ ഏലീശായുടെ അസ്ഥിയെ തൊട്ടപ്പം എന്തോ ഒരു കാര്യം നടന്നു. നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു വന്ന് എഴുന്നേറ്റ് നിന്നു. ആ ശവടക്കിന് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ ആളിപ്പം എഴുന്നേറ്റ് നിന്നു. പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവിടെ നടന്നു. ഞാൻ ഈ പറയുന്നത്, നമ്മളും നിൽക്കുന്നത് പ്രാർത്ഥനയുള്ള ഒരു സ്ഥലത്താണ്. എന്തൊക്കെയോ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ അതിൻ്റെ ഗുണം നമുക്കുണ്ട്. ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവവചനത്തോട് ചേർന്നാണ്. നമ്മൾ പോലും അറിയാതെ ഇതിൻ്റെ ഒരു അനുഗ്രഹം, ഇതിൻ്റെ ഒരു ചൈതന്യം നിങ്ങളുടെ മേൽ വന്നു തൊടും.